എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം. പ്രീണന നിലപാടുമായി ഡിവൈഎഫ്ഐ. മതപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടരുതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. അതാണ് ഡിവൈഎഫ്ഐ നിലപാടെന്നും സനോജ് കണ്ണൂരിൽ പ്രതികരിച്ചു. ആദ്യം വി.കെ. സനോജിന്റെ വാക്കുകൾ കേൾക്കാം. മതപരമായ കാര്യങ്ങളിൽ എന്തിനാണ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നത്? ഇപ്പം നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നു, പിന്നെ അതിലേക്ക് ബോധപൂർവം ചർച്ചകൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ശിരോവസ്ത്രം ധരിച്ചു പോയതുകൊണ്ട് കേരളത്തിൽ ഒരു കലാപവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ട് ഒരു ചർച്ചയിലേക്ക് എന്തിനാണ് അനാവശ്യമായി നമ്മൾ പോകുന്നത് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പിന്നൊരു താല്പര്യമുണ്ട്. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്? നീലിമ, അതുതന്നെയാണ് ഡിവൈഎഫ്ഐ നേതാവിൻ്റെ വായിൽ നിന്ന് തന്നെയാണ് ഇത്തരം വാക്കുകൾ വരുന്നത് എന്നൊരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ കൊച്ചിയിലെ ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട് മതപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടരുത് എന്നാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയായ വി.കെ. സനോജ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അനാവശ്യ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഡിവൈഎഫ്ഐ ഒക്കെ മുൻകാലങ്ങളിൽ സമാനമായ നിലപാടാണോ മതപരമായ വിഷയങ്ങളിൽ സ്വീകരിച്ചെന്നൊരു ചോദ്യം അവശേഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വി.കെ. സനോജിൻ്റെ വായിൽ നിന്ന് ഇത്തരമൊരു വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. ഹൈന്ദവ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുന്ന സമയത്ത് വി.കെ. സനോജിൻ്റെ പാർട്ടി ഈ ഒരു നിലപാട് തന്നെയാണോ സ്വീകരിക്കാറെന്നൊരു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ഈ CPM-ഉം DYFI ഒക്കെ സ്വീകരിച്ച നിലപാടുകൾ കേരള സമൂഹം കണ്ടതാണ്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ഈ കൊച്ചിയിലെ ഈ ഒരു ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു നടപടി അല്ലെങ്കിൽ ഇത്തരമൊരു അഭിപ്രായം വി.കെ. സനോജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. SDPIയുടെ നേതാവ് പറഞ്ഞ സമാനമായ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് DYFI നേതാവിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. മിഥുൻ പിള്ള, മതപരമായ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ഡിവൈഎഫ്ഐ പറയുമ്പോൾ പഴയൊരു സംഭവം നമ്മുടെ ഓർമ്മയിലേക്ക് എത്തേണ്ടതുണ്ട്. കോഴിക്കോട് ഒരു സ്കൂളിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഗണപതി ഹോമം നടത്തി എന്നതിൻ്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ സൃഷ്ടിച്ചതാണ് ഈ ഡിവൈഎഫ്ഐക്കാർ എന്ന് നമുക്കറിയാമല്ലോ. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കളടക്കം ആ സ്കൂളിലേക്ക് മാർച്ച് നടത്തി ആ സ്കൂളിനെതിരെ വലിയ ആക്രമണമൊക്കെ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതേ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ മതപരമായ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറഞ്ഞു വെക്കുന്നത്. മിഥുൻ, നിലിമ, അതുതന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം മതവിശ്വാസങ്ങളിൽ ഇടപെടരുത് എന്ന് പറയുകയും മറ്റേതെങ്കിലും വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയർന്നു വരുമ്പോൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന അതേ പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമേ അത്തരം സ്വാതന്ത്ര്യങ്ങളുള്ളോ എന്നൊരു ചോദ്യം അവശേഷിക്കുക കൂടിയാണ് അല്ലെങ്കിൽ അവശേഷിപ്പിക്കുക കൂടിയാണ് വി.കെ. സനോജിൻ്റെ ഈ ഒരു വാക്കുകൾ. ഏതായാലും ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, അതായത് വിദ്യാഭ്യാസ മന്ത്രി പലതവണ മലക്കം പറഞ്ഞൊരു വിഷയത്തിൽ ഇത്തരമൊരു അഭിപ്രായവുമായി DYFIയുടെ സംസ്ഥാന നേതാവ് തന്നെ രംഗത്ത് വന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും അതിശയോക്തി ഉണ്ടാക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. അത് പുരോഗമന പ്രസ്ഥാനമെന്ന് പറയുന്ന അതേ DYFIയുടെ സംസ്ഥാന നേതാവ് പറയുന്നു മതപരമായ കാര്യങ്ങളിൽ മറ്റാരും ഇടപെടേണ്ടതില്ല എന്നുള്ളത്. അനാവശ്യ ചർച്ചകളിലേക്ക് അത് കൊണ്ടുപോകുന്നത് ഗുണകരമാകില്ല എന്നുള്ള രീതിയിലാണ് വി.കെ. സനോജിൻ്റെ പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്. നീലിമ, അതായത് ഒരു പ്രത്യേക സമുദായത്തെ, മുസ്ലിം സമുദായത്തെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്നതിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഈ സംഘടനകൾ എല്ലാം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ഈ ഒത്തുതീർപ്പെത്തിയതാണ് ഈ പള്ളുരുത്തി സ്കൂളിലെ പ്രശ്നത്തിൽ. വളരെ കൃത്യമായി ആ പെൺകുട്ടി, വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്തില്ല എന്നൊരു നിലപാട് എടുക്കുന്നുണ്ട്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ സ്കൂളിലെ യൂണിഫോം എന്താണോ അതനുസരിച്ച് പോകാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി വർഗീയത കുത്തിയിളക്കുന്ന പരാമർശവുമായി പിന്നീട് എത്തുന്നത്. കോടതി അലക്ഷ്യം ക്ഷണിച്ചു വരുത്താവുന്ന രീതിയിൽ പോലും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ വിഭാഗത്തിനായി പ്രീണനം നടക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം വളരെ കൃത്യമായി
ആ ഒരു സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. മിഥുൻ, നീലിമ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ, അതായത് കോഴിക്കോട്ടെ ഒരു സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചതിനെ തുടർന്ന് അവിടെ ഗണപതി ഹോമം നടത്തിയപ്പോൾ ഇതേ യുവജന സംഘടന നടത്തിയ പ്രശ്നങ്ങളും വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ കേരള സമൂഹം കണ്ടതാണ്. അതേ ഒരു സാഹചര്യം തന്നെയാണ് നമുക്കറിയാം വള്ളുരുത്തിയിലും നിലനിൽക്കുന്ന ഒരു സ്കൂളിൻ്റെ ഡെക്കോറം അനുസരിച്ച് അവിടെ ആ സ്കൂളിൻ്റെ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടാകും, അതിന് ചില ബൈലോകൾ ഉണ്ടാകും. ആ ബൈലോ അനുസരിച്ചായിരിക്കും ആ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടാവുക. അത് ലംഘിക്കപ്പെട്ടതിനാണ് അവിടെ ഒരു കുട്ടിയോട് കാരണം കാണിക്കുന്നതും തുടർ നടപടികളും ഉണ്ടായത്. ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി 2-3 തവണ അഭിപ്രായം മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിവാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന അതേ സമയത്താണ് ഡിവൈഎഫ്ഐയുടെ പുരോഗമന പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവ് തന്നെ മതപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടേണ്ടതില്ല എന്നൊരു വിമർശനവുമായി എത്തുന്നത്. സാധാരണഗതിയിൽ മതപരമായ കാര്യങ്ങളിൽ ഏറ്റവും അധികം വിമർശനം നടത്തിയ അതേ സംഘടന തന്നെയാണ് ഈ അഭിപ്രായം ഇപ്പോൾ ഉയർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നീലിമ, ശരി.